നമുക്ക് ഒരുമിച്ച് ഒരു ചെറിയ കൂട്ടമായ ദിവസത്തിൽ കടന്നു വരുവാൻ ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് ഭാഗ്യവാദമേ നൽകിയോ ദൈവത്തിന് സ്തോത്രം ചെയ്തു നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുകയും ചെയ്യും. കഴിഞ്ഞ ഏതാനും നാളുകളായി നാം ചിന്തിച്ചു വരുന്ന ചിന്താവിഷയം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാനായിട്ട് ദൈവമക്കളോട് ദൈവം ആജ്ഞാപിച്ചിരിക്കുന്ന ആജ്ഞയാണ്, കൽപ്പനയാണ് നാം ചിന്തിച്ചു വരുന്നത്. എങ്ങനെയാണ് ദൈവത്തിൽ ശക്തിപ്പെടുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരുന്നത്? എങ്ങനെ ശക്തിപ്പെടാം? അതിനെ കുറിച്ച് ഞാൻ അന്ന് നൽകിയിട്ടുണ്ടായി. വേദപുസ്തകത്തിൽ ഏകദേശം 47 പ്രാവശ്യം ശക്തിപ്പെടുവാനായിട്ട് നമ്മോട് പറഞ്ഞു. എന്നാൽ അതിനകത്ത് 10 കാര്യങ്ങളെ മാത്രമാണ് നാം ഇപ്പോൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിച്ച് അതിലെ 8 കാര്യങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നാമത്തെ കാര്യം, നാം എങ്ങനെയാണ് ദൈവത്തിൽ എങ്ങനെ നമുക്ക് ശക്തിപ്പെടാം? ഒന്ന് നാം ചിന്തിച്ചത് ക്രിസ്തുവിലുള്ള കൃപയാണ്. ക്രിസ്തുവിന്റെ കൃപയില്ലാതെ നമുക്ക് ഒന്നും സാധ്യമാണ്. 2, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയാക്കും. ദൈവത്തെ കാത്തിരിക്കണം, യഹോവയെ കാത്തിരിക്കണം. വേദപുസ്തകം പറയുന്ന ആശ്രയിക്കാൻ നമുക്ക് ലോകത്തിൽ പലതുമുണ്ട്, പക്ഷേ അതൊന്നും നമുക്ക് ആത്മീകമായിരിക്കുന്ന ഒരു ശക്തി നൽകുന്നതല്ല. അതുകൊണ്ട് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയാക്കും. മൂന്നാമത് നാം കണ്ടത്, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. ദൈവമാണ് നമ്മെ ശക്തീകരിക്കുന്നതെന്നുള്ള ബോധ്യം അത് നമ്മെ ശക്തിപ്പെടുത്തും. നമ്മൾ ദാവീദിന്റെ കാര്യമൊക്കെ ചിന്തിച്ചതാണ്. ദാവീദ് മറ്റ് ലോകപ്രകാരം അവനെ ആശ്രയിക്കാൻ പോയില്ലെങ്കിലും അവൻ ദൈവത്താൽ ഞാൻ ശക്തനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോയി നമ്മൾ അവിടെ ശ്രദ്ധിക്കുകയുണ്ടായി. 4-ാമത്തെ കാര്യം നാം പറഞ്ഞത്, ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, ശക്തിപ്പെടുകയും. വിശ്വാസം ജയിച്ചു പോയാൽ നമ്മുടെ ശക്തി നശിച്ചു പോകും. അത് നമ്മൾ പത്രോസിനെ കണ്ടു. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ അവിടെ ഇറങ്ങി വരിക, നിന്റെ കൂടെ ഇറങ്ങി വരുന്നു. പത്രോസിനോട് പറഞ്ഞു, പോരാ പറഞ്ഞു. പത്രോസ് ഇറങ്ങി ചെന്നു. കടലിൽ മീതെ നടന്ന വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നാണ് ചെന്നത്. കുറച്ച് കഴിഞ്ഞ് പത്രോസ് എന്ത് ചെയ്തു? അവന്റെ വിശ്വാസത്തിൽ അവൻ നിലനിൽക്കാൻ പറ്റി. അവൻ ജടികമായിരിക്കുന്ന വിശ്വാസം അവനെ, അയ്യോ, ഞാൻ നിൽക്കുന്ന ഒരു വെള്ളത്തിലാണ്, വെള്ളത്തിൽ നിൽക്കാൻ കഴിയില്ല എന്ന് അവന്റെ മനസ്സിനോട് പറഞ്ഞു. വെള്ളത്തിൽ താങ്ങുകയും അപ്പോൾ അവന്റെ വിശ്വാസം അവിടെ നിന്നുപോയതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ധാരാളം കാര്യങ്ങളെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് വിശ്വാസത്തിൽ നിലനിന്ന് ശക്തിപ്പെടുന്നതാണ്. 5-ാമത്തെ കാര്യം നാം മനസ്സിലാക്കിയത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ശക്തനാക്കുന്നവൻ ദൈവമാണ്. ദൈവത്തിൽ നിന്നാണ് നാം ശക്തി പ്രാപിച്ചെടുക്കേണ്ടത്. 5-ാമത്തെ കാര്യം, 6-ാമത്തെ കാര്യം, എന്റെ കൃപ നിലനിന്നത് എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞവൻ. ദൈവത്തിന്റെ കൃപയാലല്ലാതെ ശക്തിപ്പെടുവാനായിട്ട് നമുക്ക് കഴിയില്ല എന്ന് നാം ചിന്തിക്കുക. 7-ാമത്തെ കാര്യം, 1-ാം അധ്യായം 16-ാം അധ്യായം, യഹോവയുടെ ശക്തിയെ തേടുവിൻ, അത് തേടി കണ്ടെത്തി ശക്തിപ്പെടുവാനായിട്ട് സാധ്യമായി തീരും. യഹോവയുടെ ശക്തിയെ കണ്ടെത്തുവാനായിട്ട് കഴിയും. 8-ാമത്തെ കാര്യം നാം ചിന്തിച്ചത്, നെഹെമ്യാ 8-ാം അധ്യായം 10-ാം വാക്യത്തിന്റെ അവസാനം, യഹോവയുടെ സന്തോഷം നിങ്ങളുടെ ബലം ആകും. സന്തോഷം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ബലം ക്ഷയിച്ചു പോകും. അതുകൊണ്ടാണ് ഏലിയാവ് പറഞ്ഞത്, ഞാൻ മരിച്ചോട്ടെ, ഇപ്പോൾ മതി, ഞാൻ മരിച്ചോട്ടെ. ഭയന്നു പോയി. അവന്റെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. സന്തോഷം നഷ്ടപ്പെടുമ്പോൾ അവന്റെ ആത്മീകമായിരിക്കുന്ന ശക്തി നഷ്ടപ്പെടും. ആത്മീകമായിരിക്കുന്ന ശക്തി നഷ്ടപ്പെടുന്നതിനനുസരിച്ച് സന്തോഷം ജീവിതത്തിൽ നിന്ന് പോയിട്ട് നിരാശയാണെന്ന് പറയപ്പെടുവാനായിട്ടിടയായി. അതുകൊണ്ട് ആത്മീകമായിരിക്കുന്ന സന്തോഷത്തെ നാം ഒരിക്കലും ത്യജിച്ചു കളയുവാനായിട്ട് പാടില്ല. ആത്മീയ സന്തോഷം നമുക്ക് ഉണ്ടാകണം. ഈ ദാവീദിന്റെ ചരിത്രം നാം നോക്കുകയാണെങ്കിൽ, ദാവീദിന്റെ ചരിത്രത്തിൽ
വലിയൊരു സത്യം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഈ ദാവീദ് ഒരിക്കൽ അവൻ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ യുദ്ധമൊക്കെ ചെയ്ത് ദാവീദ് തിരിച്ചുകൊണ്ട് വരുമ്പോൾ കാണുന്നത്, അവനൊരു മലമുകളിൽ നിന്ന് ദാവീദിന്റെ പട്ടണത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് അതിനെല്ലാം പുക ഉയരുന്നു. ദാവീദ് ഓർക്കണം, എന്താണ് എന്റെ ഈ രാജ്യത്ത് തന്നെ ഈ പുകയൊക്കെ ഉയരുന്നത്? ദാവീദ് വന്ന് ദേശത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഇതാ ശത്രു സൈന്യം വന്ന് അവിടെ ദേശത്തെ മുഴുവൻ കൊള്ളയിട്ട് ജനത്തെ കൊന്നുകളഞ്ഞ് കുറെ പേരെ പിടിച്ചുകൊണ്ടുപോയി. ദാവീദിന്റെ വീട്ടിലേക്ക് ഓടിച്ചു. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവന്റെ ഭാര്യയില്ല, മക്കളില്ല, അവന്റെ ദാസിദാസന്മാരില്ല, അവന്റെ ആടും കഴുതുകളും ഒക്കെ ഒന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ടതായിരിക്കും ഒരു ദാവീദ്. പക്ഷേ ദാവീദ് ചെയ്തൊരു കാര്യം, അവൻ എഴുതിയിരിക്കുന്ന അവൻ കരയാൻ ശക്തി ഇല്ലാതാകുമ്പോൾ അവൻ ദേവാലയത്തിൽ കരഞ്ഞു. ദൈവം കരഞ്ഞിട്ട് അവൻ എഴുന്നേറ്റു. അവനെ തട്ടിട്ട് പറഞ്ഞു, നീ ഒരു കരയാനുള്ള ഒരു ദാവീദല്ല, നീ ഒരു കരയേണ്ടവരല്ല. ലോകത്തിൽ നിനക്ക് പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധി വരും, ഇതെല്ലാം വരും. പക്ഷേ നീ ബുദ്ധിയിരുന്ന് കരയേണ്ടവനല്ല. അവനെ തന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു, ധൈര്യപ്പെടുത്തി. ദാവീദ് അവനെ ചാടി എഴുന്നേറ്റു. അവൻ ഓർത്തു, ഞാൻ ഒരിക്കലും ബുദ്ധിയിരുന്ന് കരയേണ്ടവനാണോ? ഞാൻ ഒരിക്കലും ഒരു കടുവയും ഒരു സിംഹത്തെയും ഒരിക്കലും ഒരു കരടിയെയും ഞാൻ ഒറ്റയ്ക്ക് വലിച്ചു കീറി കൊന്നുകളഞ്ഞു. മാത്രമല്ല, ഗോലിയാത്തിനെ ഞാൻ ഒറ്റ ഏറിന് താഴെ വീഴ്ചതാണ്. ഒരു സൈന്യം മുഴുവൻ പരാജയപ്പെട്ട് ഓടിപ്പോയ സമയത്ത് ഞാൻ ആ പാളയത്തിൽ നിന്ന് തന്നെ ഞാൻ ജയം വരിച്ചവനല്ലേ. അവൻ ചെന്ന് എണ്ണി നോക്കി, എന്തെല്ലാം നഷ്ടമായി. തുടർന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന അവർ എന്തെല്ലാം നഷ്ടമായോ ആ നഷ്ടമായ മുഴുവൻ അവൻ തിരിച്ചു കൊണ്ടുവന്നു. എങ്ങനെ തിരിച്ചു കൊണ്ടുവന്നതോ? അവന്റെ ശക്തി. അവൻ യഹോവയിലെ അവൻ ബലപ്പെട്ടു. അവൻ തന്നെത്താൻ ആശ്വസിപ്പിച്ചു. അവൻ ബലപ്പെട്ടു. ദൈവസന്നിധിയിൽ ബലപ്പെട്ടു. അവൻ എഴുന്നേറ്റ് നിന്ന് പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം, ബലം പ്രാപിച്ചു. നഷ്ടമായി മുഴുവൻ നേടിയെടുക്കുവാനായിട്ടോ. ബലം പ്രാപിക്കുന്നതിന്റെ 9ാമത്തെ കാര്യം, സങ്കീർത്തനം 18-ാം അധ്യായം അതിന്റെ 1-2 വാക്യം ഇങ്ങനെ പറയുന്നു, എന്റെ ബലമായ യഹോവേ. ദൈവത്തിന്റെ സ്തോത്രം. വായിച്ചാട്ടെ സങ്കീർത്തനം 18-ന്റെ 1-2 വാക്യം. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയും എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. സങ്കീർത്തനക്കാരൻ ഇത് പറയാനായിട്ട് ഒത്തിരി കാരണമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ പൂർണ്ണമായിരിക്കുന്ന ഒരു ആശ്രയത്തെയാണ് കാണുന്നത്. അത് നമുക്കറിയാം. അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീതവാക്യം യഹോവയ്ക്ക് പാടി. ആര്? യഹോവയുടെ ദാസനായ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീതവാക്യങ്ങളെ യഹോവയ്ക്ക് പാടി. ദൈവത്തിന്റെ സ്തോത്രം. ഇത് വലിയ വിഷയമാണ്. അവിടെ നമുക്കറിയാം, ശത്രു ദാവീദിനെ ഒരു വേട്ടനായ ഒരു മൃഗത്തെ വേട്ടയാടുന്ന പോലെ ശൗൽ ഉൾപ്പെടെ വേട്ടയാടിക്കൊണ്ടിരുന്നു. എവിടെ വെച്ച് കണ്ടാലും അവനെ കൊന്നുകളഞ്ഞു. അങ്ങനെ വേട്ടയാടുന്ന മൃഗത്തെ പോലെ ദാവീദ് ഓടി നടക്കുകയാണ് രക്ഷപ്പെടാൻ. അവനൊരു സമയത്ത് വയലിൽ പോയിരുന്നു, അവിടുന്ന് കണ്ടെത്തി. അത് കഴിഞ്ഞ് പാറയുടെ ഇടയ്ക്ക് പോയിരുന്നു, അവിടുന്ന് കണ്ടെത്തി. എന്നാൽ അവിടെല്ലാം അവൻ ഓടി. ശൗലും ദാവീദും ഒരു ഗുഹയ്ക്കകത്ത് കയറി പാർന്നു. അവിടെയും ദൈവത്തിന്റെ കരം അവന് മറവായി. അങ്ങനെ അവൻ അവിടുന്ന് രക്ഷപ്പെട്ട് ദൈവത്തിന് പാടി ആരാധിച്ച ഒരു മഹത്വ സങ്കീർത്തനമാണ് 18-ാമത്തെ സങ്കീർത്തനം. അതിന്റെ 1-2 വാക്യമാണ്, എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവൻ കണ്ടെത്തി അവന്റെ ബലം യഹോവയിലാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിലാണ് ബലമെന്ന് ദാവീദ് അവനെ കണ്ടെത്തിയിട്ട് ദാവീദ് പറയുന്നു. അത് മാത്രമല്ല, അവിടെ പറയുന്നത് എന്റെ ശൈലവും എന്റെ കോട്ടയും
എന്റെ രക്ഷകനും എന്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിധിയും എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവും ആകുന്നു. ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്റെ സകലരും നീ തന്നെ. ദൈവമാണ് നമ്മുടെ സർവസ്വം എന്നുള്ള ബോധ്യമാണ് നമ്മെ ശക്തരാക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി വന്നു, ആ പ്രതിസന്ധിയിൽ നിൽക്കുവാൻ എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടായിരിക്കുക, ആ ബോധ്യമാണ് നമ്മെ നിലനിൽക്കുവാനായിട്ട് ശക്തീകരിക്കും. നമുക്കറിയാം, ദാവീദിന്റെ ചരിത്രത്തിൽ നമുക്ക് പലയിടങ്ങളിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും കൂടെ നാം നോക്കുകയാണെങ്കിൽ അവർ മരണത്തിന്റെ മുൻപിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം, മരിക്കും രാജാവിന്റെ ബിംബത്തെ ആരാധിച്ചില്ലെങ്കിൽ നിശ്ചയം 100% ഉറപ്പാണ്. പക്ഷേ ആ മരണത്തിന്റെ മുൻപിൽ അവർ നിൽക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ഈ യഹോവയെ അല്ലാതെ വേറെ ആരെയാണ്. അതാണ് അവരുടെ ബലവതായം. അതുകൊണ്ട് അവരിറങ്ങിയ മരണത്തിന്റെ കൂടത്തിൽ ആ തീക്കകത്ത് ദൈവവും ഇറങ്ങിച്ചെന്ന് ദൈവത്തിന്റെ സ്തോത്രം അവരെ വിടുവിക്കും. ദാനിയേലിനെ കൊണ്ട് സിംഹക്കുഴിയിലേക്ക് ഇറങ്ങി കളഞ്ഞു. ദാനിയേലിനോട് പറഞ്ഞു, നീ രാജാവിന്റെ കൽപ്പന അനുസരിക്കുന്നില്ലെങ്കിൽ നിന്നെ നിശ്ചയമായിട്ടും സിംഹങ്ങളുടെ കുഴിയിലിട്ട് കളയും. അങ്ങനെ ഒരു സിംഹങ്ങളുടെ കുഴിയിലൊക്കെ ഇടാനായിട്ട് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ റോമാ ഗവൺമെന്റ് കാണിക്കുന്നത് ഒരു 3 ദിവസത്തേക്ക് ആ മൃഗത്തിന് തിന്നാൻ കൊടുക്കുന്നില്ല. ഈ മനുഷ്യനെ കാണുമ്പോൾ ഈ മൃഗം വളരെ ആർത്തിയോടുകൂടിയാണ് ദാനിയേലിനെ നന്നായിട്ട്. ദാനിയേൽ പറഞ്ഞു, എന്നാലും എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ഈ മരണത്തിലേക്കാണ് എന്നെ തള്ളിക്കൊടുക്കുകയെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ മാംസയൊക്കെ ഈ സിംഹം ചിലപ്പോൾ തകർത്ത് കളഞ്ഞേക്കാം, എന്റെ ജീവനെ എടുത്തു കളഞ്ഞേക്കാം, പക്ഷേ അവിടെയും എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ദാനിയേൽ പറഞ്ഞു, ആ ദൈവമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അവനെ കൊണ്ട് സിംഹക്കുഴിയിൽ ഇട്ട് കളഞ്ഞു. ഒരു രാത്രി മുഴുവൻ സിംഹം അവനെ കാവലായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആ സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞാണ് ഒരു ദൈവം. അവനവിടെ സുഖകരമായിട്ട് പറഞ്ഞു. പക്ഷേ സിംഹത്തിന്റെ ഗുഹയിൽ കൂടെ ഇട്ടവനെത്തിയില്ല. അവനന്ന് രാത്രി ഉറങ്ങി. കാരണം അവന്റെ ബലം ദൈവത്തിലല്ലായിരുന്നു, യഹോവയിലല്ലായിരുന്നു. എന്നാൽ യഹോവയിൽ ആശ്രയമുള്ളവൻ സിംഹത്തിന്റെ കൂടെ സുഖകരമായിട്ട് നാം വേദപുസ്തകത്തിൽ കാണും. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ സകല ആശ്രയവും ദൈവത്തിലായിരിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ അതിന് കുറച്ചുകൂടെ വളരെ മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. Lord is my rock and my fortress and my deliverer, my God, my rock, in whom I take refuge, my shield and the horn of my salvation, my strength. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ സങ്കേതം, ഗോപുരം എന്നതിന് പകരം സങ്കേതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്റെ പാറ സംരക്ഷണമാണ് കാണിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്താൽ സകലതും അനുഗ്രഹമായിരിക്കും എന്നവിടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ബലം ദൈവത്തിലായിരിക്കട്ടെ. 10ാമത്തെ കാര്യം, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം Exodus chapter 15 verses 2. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എന്റെ ദൈവം, എന്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇസ്രായേലിന്റെ വിടുതലിൻ സമയത്ത് അവർ പാടിയതായ പാട്ടാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ ബലവും എന്റെ ഗീതവും ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ 10 കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നത് എന്തെന്ന് ചോദിച്ചതാൽ, ദൈവത്താലല്ലാതെ നമുക്ക് ശക്തിപ്പെടുവാൻ കഴിയില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഈ 10 കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത് ഈ ലോക ജീവിതയാത്ര നാം ധൈര്യത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ അത് ദൈവത്താലല്ലാതെ സാധിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഈ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ
ദൈവത്തിന് സ്തോത്രം. അതിന്റെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം എല്ലാം തന്നെ വൃത്തത്തോടും വ്യക്തികളോടും എല്ലാമുള്ള ഉപദേശങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ 6-ാം അധ്യായം 10-ാമത്തെ ഭാഗത്തിൽ ഒടുവിൽ കർത്താവിലും അവന്റെ അംഗബലത്തിലും ശക്തിപ്പെടുകയും എന്ന് പറഞ്ഞാൽ 2 അർത്ഥങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാണ് ഏറ്റവും ഒടുവിൽ. വേറെ എവിടെയെങ്കിലും ശക്തിയുണ്ടോ എന്ന് തിരഞ്ഞു നോക്കുക. ഒരിടത്തും ശക്തിയില്ലെങ്കിൽ ഓടി വീഴണം, ദൈവത്തിൽ ബലപ്പെടണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവത്തിൽ ബലപ്പെട്ട് കഴിഞ്ഞാൽ, ദൈവത്തിൽ ശക്തീകരിച്ചു കഴിഞ്ഞാൽ, ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നേരെ നിൽക്കുവാനായിട്ട് ഒരു ശക്തിക്കും കഴിയില്ല. നമ്മുടെ ജീവിതത്തെ പരാജയപ്പെടുത്തുവാനായിട്ട് കഴിയില്ല. നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുവാനായിട്ട് ഒരു ശക്തിക്കും കഴിയില്ല. നാം ക്രിസ്തുവിൽ ബലപ്പെടുന്നവരാണ്, ദൈവത്തിൽ ബലപ്പെടുന്നവരാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയും, അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിവശത്തെ എതിർപ്പാനും സകലം സമാപിച്ച് ഉറച്ചു നിൽക്കാനും കഴിയേണ്ടതെന്ന് ദൈവത്തിന്റെ സർവ്വായുധങ്ങളോട് എടുത്തുകൊള്ളുവിൻ. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ, ധൈര്യപ്പെടുവാൻ, ബലപ്പെടുവാൻ നമുക്ക് ഈ കർത്താവുള്ള ആശ്രയം. എങ്ങനെ ഈ ആശ്രയം വർദ്ധിക്കുവാനായിട്ട് സാധിക്കും? നമ്മൾ അതിന് മുൻപ് നാം വായിക്കുകയുണ്ടായി. ഈ വചനം ആണ് നമ്മെ അതിനായിട്ട് ഉപദേശിക്കുന്നത്. ഈ വചനത്തെ നിരന്തരമായി നാം വായിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഈ വചനം വായിക്കുമ്പോൾ ഒരു ചിന്തകൻ പറഞ്ഞു, ദൈവവചനം വായിക്കുമ്പോൾ ദൈവവചനം നമ്മെ ഉപദേശിക്കും. നമ്മൾ വായിക്കുമ്പോൾ നമ്മെ ഉപദേശിക്കുന്ന ഒന്നാണ് ദൈവവചനം. നമ്മൾ ഇത് വായിക്കുമ്പോൾ നമ്മെ ശക്തീകരിക്കുന്ന ഒന്നാണ്. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ വേദപുസ്തകത്തിൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരും. അതുകൊണ്ടാണ് കൂടി വരുമ്പോഴെല്ലാം പ്രസംഗം ഉള്ളത്. അതുകൊണ്ടാണ് എത്ര വലിയ എത്ര തിരക്കുള്ള ഒരു മീറ്റിംഗ് ആണ് അതിനകത്ത് കുറച്ച് സമയം പ്രസംഗത്തിനായിട്ട് പ്രസംഗമില്ലാതെ ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ കാരണം എന്ന് പറയുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ഈ ദൈവവചനം വായിച്ച് അതിൽ ശക്തിപ്പെട്ട് നമ്മുടെ ജീവിതയാത്ര ധൈര്യത്തോടെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധ്യമായി തീരണം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവസന്നിധിയിൽ നാം തളർന്നു പോകുന്നവരായി തീരരുത്. നാം ബലപ്പെട്ട് നമ്മുടെ ജീവിതത്തിന്റെ മുന്നിലുള്ള പ്രതിസന്ധികളെ കടന്ന് അകച്ചു നിൽക്കുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം നമ്മെ തന്നെ ധൈര്യപ്പെടുത്തുന്നവരാണ്. ഈ സൈക്കോളജി പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ഈ ധൈര്യപ്പെടുത്തുക, നമ്മെ തന്നെ ധൈര്യപ്പെടുത്തുന്നവരാണ്. അതിന് പല മാർഗങ്ങളുണ്ട്. ഒരു മാർഗം അവിടെ പറയുന്നത് നമ്മുടെ കഷ്ടതയുടെ അല്ലെങ്കിൽ വേദനയുടെ പ്രയാസത്തിന്റെ മധ്യത്തിൽ ചിലപ്പോൾ ആരും നമ്മളെ കണ്ടില്ലായിരുന്നു, ആരും നമ്മളെ കേട്ടില്ലായിരുന്നു, ആരും നമ്മളെ മനസ്സിലാക്കിയില്ലായിരുന്നു. നമ്മളൊരു കണ്ണാടിയുടെ മുൻപിൽ പോയി നിന്ന് ആ കണ്ണാടിയിൽ കാണുന്ന നമ്മുടെ പ്രതിബന്ധത്തോട് സംസാരിക്കും. ആ പ്രതിബന്ധത്തെ നോക്കി അവർ ധൈര്യപ്പെടുത്തുവാനായിട്ട് സാധ്യമായി തീരും. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് ഒരു സിനിമയിൽ അങ്ങനെ കണ്ടതുപോലെ ഞാൻ ഓർക്കുന്നത്. അതൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. നമ്മളെ തന്നെ കണ്ട് സംസാരിച്ച് ധൈര്യപ്പെടുത്തും. ദാവീദ് ചെയ്തത്, ദാവീദ് കണ്ണാടിക്കകത്ത് നോക്കിയിട്ടല്ല, തമ്മിൽ തന്നെ തട്ടിയിട്ട് പറഞ്ഞിടാം, നീ ദാവീദാണ്, നീ ഇങ്ങനെ ഇരുന്ന് കരയേണ്ടവരല്ല, നീ ദാവീദാണ്, നീ ചെയ്തതൊക്കെ ഇന്ന കാര്യങ്ങൾ നീ ചെയ്തു, ദൈവത്താൽ നീ ചെയ്തു, അതുകൊണ്ട് നീ ചാടി എഴുന്നേറ്റ്. അവൻ എഴുന്നേറ്റ് ധൈര്യപ്പെട്ടു. അവൻ നഷ്ടമായ മുഴുവൻ മടക്കി കൊണ്ടുവന്നു. ദൈവത്തിന് ഇഷ്ടം. ചിലപ്പോൾ ജീവിതത്തിൽ പലതും നഷ്ടമായെന്ന് നമുക്ക് തോന്നിയാണ്. എന്നാൽ ആ നഷ്ടങ്ങളെ ലാഭങ്ങളാക്കി തീർക്കുന്ന ഒരു ദൈവം നമുക്കായിട്ട് ജീവിക്കുന്നു. ദൈവത്തിന് ഇഷ്ടം. അതുകൊണ്ട് ആ ദൈവത്തിന് ബലപ്പെടുവാൻ നമുക്ക് സാധ്യമായി തീരും. നമുക്ക് ശക്തിപ്പെടുവാൻ ദൈവവചനം ദൈവമല്ലാതെ മറ്റൊന്നും നമുക്കില്ല. ആകയാൽ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിക്കാം. ആ കർത്താവിന്റെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. ആ വചനം വായിച്ച് അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം നമ്മുടെ സ്വന്തമാക്കി തീർത്ത് കർത്താവിന്റെ നാമമഹത്വത്തിനായി പ്രവർത്തിപ്പാൻ ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ